അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ റമദാൻ സീരീസിൻ്റെ അടുത്തൊരു റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. നല്ല ചീസി ബ്രെഡ് പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫില്ലിംഗ് വെച്ചിട്ടുള്ള ഒരു ബ്രെഡ് പോളയുടെ റെസിപ്പിയാണ്. ആദ്യമായിട്ട് നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാനായിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴച്ചെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് വഴന്നു വരുമ്പോൾ അതിലേക്ക് കുരുമുളക് പൊടി, ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി മല്ലിയില ഇട്ടിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബ്രെഡിന്റെ മിക്സ് തയ്യാറാക്കാനായിട്ട് 6 പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1.25 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ആ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടർ മെൽറ്റായി കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മളുടെ ഈ ബ്രെഡിൻ്റെ മിക്സ് ഇതുപോലെ ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മളുടെ ചിക്കൻ്റെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ചീസാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചീസ് നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീസ് ഇട്ടതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ബ്രെഡിൻ്റെ മിക്സ് മുകളിൽ നന്നായിട്ട് പരത്തി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് 20 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ. 20 മിനിറ്റിന് ശേഷം അത് വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പുറത്തെ സൈഡും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ചീസി ബ്രെഡ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചീസും ചിക്കനൊക്കെ കൂടെ ഒരു പ്രത്യേക ടേസ്റ്റിലുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ ഈ ബ്രെഡ് പോളയുടേത്. അപ്പോൾ നമ്മളുടെ ഈ ബ്രെഡ് പോളയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.